ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ട് വെറും 2 മുട്ട വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഇഫ്താർ സ്പെഷ്യലായിട്ട് 2 മുട്ട വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്, കുറച്ച് ചില്ലി ഫ്ലെക്സ്, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്കിതിൽ ചേർക്കാട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ക്യാരറ്റ് നമ്മളൊന്ന് പുഴുങ്ങിയിട്ട് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, അതും നമ്മുടെ ഈ ഒരു മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ കുറച്ച് മല്ലിയില, കറിവേപ്പില. ഇനി നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ്, ഇനി ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മുട്ട നമ്മൾ ഓംലേറ്റ് അടിക്കുന്ന പോലെയല്ല, ഒന്ന് നമ്മളിത് എടുക്കില്ലേ, ചിക്കി എടുക്കില്ലേ, ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിനുള്ളൊരു ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വറുത്ത അരിപ്പൊടി, അതിനോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണ്ടത് ഒരു കളറിനായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് മീറ്റ് മസാല, ഓപ്ഷനിലാണ്. ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഒട്ടും കട്ടില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. ഇതേപോലെ നമ്മൾ നല്ല തിക്ക് ബാറ്ററായിട്ട് തന്നെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഞാനിതാ ഒരു 4 ഉരുളൻകിഴങ്ങ് നമ്മളൊന്ന് കുക്കറിൽ 2 വിസിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ നല്ലപോലെ ഒന്ന് മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാനുള്ള ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ടില്ല കേട്ടോ, അല്പം മല്ലിയില, പുതിനയിലയും കൂടെ ചേർത്ത് നമുക്കിത് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ ഉരുട്ടിയെടുക്കാനുള്ള പരുവത്തിൽ നമ്മളൊന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി. അപ്പോൾ ഇതാ നമ്മൾ ഇത്രയും ഐറ്റംസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മുട്ട ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഞാനിതാ പാൻ വെച്ച് കൊടുത്ത് നമുക്കൊരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ച മുട്ട നല്ലപോലെ ഒന്ന് ചിക്കിയെടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. ഇതേപോലെ നമുക്ക്
കയ്യിൽ ഇതേപോലെ ആക്കിയിട്ട് കുറേശ്ശെ നമുക്ക് വെച്ച് കൊടുക്കാം. ഒത്തിരി അങ്ങോട്ട് മുട്ടയുടെ മിക്സ് വെക്കണ്ട. ഇതേപോലെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് ബോളാക്കി എടുക്കാം. ഇതേപോലെ ഒരല്പം എണ്ണ ഒന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നല്ല പോലെ തന്നെ പിടിച്ചെടുക്കാനായിട്ട് പറ്റും. ഞാനിതിവിടെ വറക്കാനായിട്ടുള്ള എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മളൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. നമുക്ക് അടുത്തതും ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇതാ 2 വശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്നാണ്ട് റെഡിയാക്കി എടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് സമയം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട സംഭവമൊന്നുമില്ല. ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ വേവിച്ചെടുത്തിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്ത് എടുക്കാനും പറ്റും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഞാനിതെല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പം ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരൈറ്റം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള അടിപൊളി സ്നാക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വെറും 2 മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.